ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ഞങ്ങളത് ഇവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാമല്ലേ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. രാവിലെ മുതൽ ഉച്ച ആവുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരു വീഡിയോ ഏറെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതുപോലെ ഇന്നലെ മിനിയാന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊരു എന്താ പറയുക, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അന്നത്തെ ദിവസം പിന്നെ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്ലിപ്പ് മാത്രം ഇതിൽ വേറെ ഒന്നായിട്ട് കിടക്കും കേട്ടോ. ബാക്കിയൊക്കെ ഒരു ദിവസത്തെ വീഡിയോ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതേ തുണികളും കാര്യങ്ങളൊക്കെ ഇന്ന് നല്ലോണം അലക്കാനുണ്ടായിരുന്നു കേട്ടോ. കാരണം 2-3 ദിവസത്തെ അലക്കാനുള്ളത് ഉണ്ടായിരുന്നു. വേറൊന്നല്ല, സോപ്പ് പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ടാങ്കിൻ്റെ പ്രശ്നം കേട്ടോ. അപ്പോൾ നമുക്കൊരു ടാങ്ക് എത്തിക്കാൻ പെട്ടെന്ന് തിരക്കായി പോയതുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 2-3 കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, അലക്കാൻ കുറച്ച് കൂടുതലായി പോയിട്ടോ. അല്ലെങ്കിൽ ഞാൻ ഡെയിലി അലക്കുന്ന ആളല്ല, പക്ഷേ എങ്കിൽ കൂടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിട്ടുണ്ടായിരുന്നു അലക്കാനുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ അങ്ങോട്ട് തീർന്നതിന് ശേഷം അലക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ ഞാൻ കുറച്ച് അലക്കിയിട്ടു, കുറച്ച് പൊടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പൊടി വെച്ചിട്ട് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആ ഒരു ടൈമിൽ ഒന്നിച്ച് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവനെ പോയിട്ട് ഇവിടുന്ന് വാങ്ങിച്ച് കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള പൊടി വെച്ചിട്ട് ഞാൻ കുറച്ച് അലക്കാൻ പറ്റുന്നിടത്തോളം അലക്കിയിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞായറാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ അതുപോലെ ശനിയാഴ്ച നമുക്ക് ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറച്ച് തിരക്കും. പിന്നെ അതിൻ്റെ തലേ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടായിരുന്നില്ല. രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷെ അന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയത് അതിന് മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ഉള്ളത് കൊണ്ടാണ് ഇതെനിക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസമാണ് എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ വീണ്ടും വീഡിയോ എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം പോലും ഇടാതിരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസത്തെ വീഡിയോ മിസ്സായി പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴും നമുക്ക് വീഡിയോ എന്നും ഇടാൻ വേണ്ടി പറ്റണം എന്നുണ്ടെങ്കിൽ 1-2 വീഡിയോസൊക്കെ ഏറെ എടുത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഒരു വീഡിയോ ഞാൻ ഇട്ടു. പിറ്റേ ദിവസം എനിക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല. അതാണ് ഉണ്ടായത് കേട്ടോ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ച സമയത്ത് അപ്ലോഡിങ് നടക്കില്ല. ഇപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്ത് സേവ് ആക്കി അപ്ലോഡ് ചെയ്യുന്നതാണ് എനിക്ക് പ്രശ്നം കേട്ടോ. 5G ആണെങ്കിൽ കൂടി അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ 1-1.5-2 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോണ് ഞാൻ പിടിച്ചോണ്ട് നിൽക്കണം, എങ്കിലേ ഇത് അപ്ലോഡ് ആവുന്നുള്ളൂ. ഞാനിപ്പോൾ അത് അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും അപ്ലോഡ് ആവില്ല. അതങ്ങനെ ഉറുമ്പ് പോണതുപോലെ, ഉറുമ്പ് എന്നും പറയാൻ പറ്റില്ല കേട്ടോ, അത്രയും അരിച്ചത് പോവുള്ളൂ. നേരെ മറിച്ച് ഞാനത് കയ്യിലെടുത്തിട്ടാണ് നിൽക്കണതെങ്കിൽ ഇത് കുറച്ചും കൂടെ സ്പീഡിൽ പോകുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ 1.5 മണിക്കൂറൊന്നും പോരാ നമ്മളെ വീഡിയോ അപ്ലോഡ് ആയി കിട്ടണമെങ്കിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ എനിക്ക് നമ്മൾ ഈ 1-1.5-2 മണിക്കൂർ നമ്മൾ ഫോണും പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഫോണും പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ, 2 നമ്മൾ ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ കുറേ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആ ഒരു ടൈമാണ് ഈ അപ്ലോഡിങ്ങിൻ്റെ ടൈം. ആ ഒരു സമയത്തുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, വേറൊരു പണി നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇന്നിട്ട വീഡിയോ ആയിരിക്കില്ല നാളെ വരുന്നത്.
ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആയിരിക്കും നാളെ വരുന്നത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ എനിക്ക് അപ്ലോഡിങ്ങിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് കേട്ടോ. ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്ലോഡിങ് 4G ആണെങ്കിലും നല്ല സ്പീഡിൽ 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ വീഡിയോ അപ്ലോഡായി കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ 4G ആണെങ്കിലും 5G ആണെങ്കിലും മണിക്കൂറുകളാണ് നമുക്ക് അപ്ലോഡിങ്ങിന് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അതൊരു സമാധാനം ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ വീഡിയോ ഇപ്പോൾ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത് എന്നുള്ളത് ഒരുപക്ഷെ വീഡിയോ എടുക്കുന്നവർക്കും എഡിറ്റ് ചെയ്യുന്നവർക്കും അപ്ലോഡ് ചെയ്യുന്നവർക്കും ചാനലുള്ളവർക്കൊക്കെ ഏകദേശം മനസ്സിലാവും കേട്ടോ. ഇത്ര ബുദ്ധിമുട്ടി എന്തിനാണ് ചെയ്യണത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് മറുപടി ഒന്നും പറയാനുണ്ടാവില്ലേ. പക്ഷെ ഞാനതല്ല പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പറയുമ്പോൾ ഇതിപ്പോൾ എന്താണ് ഇത്ര ചെയ്യാനെന്നുള്ളത് ചിലവർ ചിന്തിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇല്ലയെന്ന് എത്രത്തോളം പറഞ്ഞാലും മനസ്സിൽ കൂടെയൊക്കെ പോകുന്നുണ്ടായിരിക്കും എന്താണ് ഇത്ര എന്നുള്ളത്. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ കൂടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ വീഡിയോ എടുക്കണം, ആ വീഡിയോ ആ ഭാഗത്ത്, ആ ഫോൺ ആ ഭാഗത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫോൺ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്ക് ഓർമ്മ വരണം. നമ്മളത് അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ അങ്ങോട്ട് തുടങ്ങി വേണ്ടാത്ത പടം ഓഫാക്കി അത്ര മാത്രമൊന്നുമല്ലല്ലോ ഇതിലുള്ളത്. പിന്നെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ നമ്മൾ കുറേ ഭാഗം നോക്കിയിട്ടും കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് എഡിറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു വോയിസ് കൊടുക്കാനുണ്ട്. എന്തൊക്കെ പുകിലുണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വോയിസ് കൊടുക്കണതെന്ന് അറിയുമോ? കുട്ടികളുള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, അല്ലാത്ത പ്രശ്നമല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ആലോചിച്ച് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ടൈമിലായിരിക്കും ഇവിടെ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്രയും നേരം സംസാരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോകും. പിന്നെ അതൊന്ന് തീരുമാനമായി വരുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ രീതിയോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയാൻ വിചാരിച്ചതോ എന്നുള്ളതൊന്നും പിന്നെ കിട്ടില്ല. അപ്പോൾ അതാണ് പിന്നുള്ളൊരു കാര്യം. എന്നാൽ കൂടെ ഞാൻ കുറച്ചൊക്കെ ഞാനൊന്ന് വോയിസ് കൊടുക്കട്ടെ, ഒച്ച ഉണ്ടാക്കാണ്ടിരിക്കുമോ, ഒരു 10-12 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ കേൾക്കും കേട്ടോ. എന്നാലും അവനിങ്ങനെ വരും. ഞാനിപ്പോൾ ചിലപ്പോൾ വാതിൽ അടച്ചിട്ടിട്ടാണ് വോയിസ് കൊടുക്കണതെങ്കിൽ അവൻ വാതിൽ തുറന്നിട്ട് ഒച്ച ഉണ്ടാക്കാണ്ട് വരും. എന്നിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവും എന്തോ പറയാൻ വേണ്ടി വരികയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വേഗം ഓഫാക്കിയതിന് ശേഷം എന്താണ് പറയണത്, എന്താണ് കാര്യം നോക്കി ആളെ പറഞ്ഞു വെച്ചതിന് ശേഷമാണ് വീണ്ടും വരിക. അപ്പോഴേക്ക് ഞാൻ പറയുന്ന കാര്യം വിട്ടുപോയിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാൻ വേറെ കാര്യം വെച്ചാവും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഉണ്ടാകും കേട്ടോ. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ആൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോകുന്നുള്ളത്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ പോകാമല്ലേ. അപ്പോൾ ഇത് രാവിലെ തൊട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഇതേ നമ്മൾ പുട്ടാണെന്ന് ഉണ്ടാക്കിയെടുക്കണത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, അപ്പൂസ് ഇന്നലെ പുട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നൂൽപുട്ട് ഉണ്ടാക്കിയ ആ ഒരു ടൈമിൽ അപ്പൂസ് പുട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പുട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല പുട്ടുപൊടീൻ്റെ കാര്യം. അപ്പോൾ അങ്ങനത്തെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിതിൽ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞാനിതേ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടൊക്കെ കുഴച്ച് റെഡിയാക്കി തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരവി ഒക്കെ റെഡിയാക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞ് ഞാൻ ടൈം നോക്കിയിട്ടൊന്നല്ല എടുക്കുക കേട്ടോ. അതിന് മുകളിൽ ഇങ്ങനെ ആവി വന്നോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ പുട്ട് എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അതിനിടയ്ക്ക് കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുട്ട് ഞാൻ വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. പുട്ട് വെച്ച് കഴിഞ്ഞു. ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇതായോ എന്നുള്ളത്. പക്ഷെ ആവി വരുന്നില്ല. അതിനിടയ്ക്ക് എൻ്റെ കറിയുടെ പരിപാടി കഴിഞ്ഞു. അതുപോലെ ഉപ്പേരി അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കൽ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴും ഞാനിത് ഇടയ്ക്ക് നോക്കുന്നുണ്ട് ആവി വരുന്നുണ്ടോ എന്ന്. പക്ഷേ അത് ഇത്രയും നേരമായിട്ടും ആവി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എന്താണ് ഇപ്പോൾ ഇത് സംഭവം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണിയൊക്കെ ചുറ്റി വെച്ച് കൊടുത്തു കേട്ടോ. പുട്ടിനും കുറ്റിയുടെയും പുട്ടുപാനീൻ്റെയും ഇടയിൽ തുണിയൊക്കെ വെച്ച് കൊടുത്തു. പക്ഷേ എങ്കിലും അത് ആവി പുറത്തേക്ക് ഇങ്ങോട്ട് വരിക എന്നല്ലാതെ പുട്ടും കുറ്റിയുടെ മുകളിലൂടെ ആവി പോകണില്ല കേട്ടോ. അങ്ങനെ കുടുങ്ങിയല്ലോ. ലാസ്റ്റ് ചേട്ടനാണെങ്കിൽ പോകാനും ആയിട്ടുണ്ട് കേട്ടോ. കുളിക്കാനുള്ളൊരു ടൈം മാത്രമേ ഉള്ളൂ. ആൾക്ക് റെഡി ആവാനൊന്നും അധികം ടൈം വേണ്ട കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ഞാൻ വേഗം ഇഡ്ഡലി തട്ട് എടുത്തുകൊണ്ട് വന്നു. ഇഡ്ഡലി ചെമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ചെറിയ അപ്പൂസിന് വെള്ളം കൊടുക്കാൻ വാങ്ങിച്ചൊരു ചെറിയൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഗ്ലാസ്സിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ പുട്ട് നിറച്ചിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് അതങ്ങോട്ട് തട്ടി കൊടുത്തു. അപ്പോൾ അത് ആ ഗ്ലാസിൻ്റെ ഒരു ആകൃതിയിൽ അങ്ങോട്ട് റെഡിയായി വന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിരട്ടപ്പുട്ടിൻ്റെ ഇതായാലും ഇഡ്ഡലി തട്ടിൽ പുട്ടുണ്ടാക്കണതായാലും ഗ്ലാസ്സിൽ പുട്ടുണ്ടാക്കണതായാലും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുന്നത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെയാണ് പുട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതേ കണ്ടില്ലേ പുട്ടൊക്കെ പിന്നെ ഞാൻ റെഡിയാക്കൽ ഇങ്ങനെ അങ്ങോട്ട് റെഡിയാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റതും റെഡിയായി കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. വിശേഷങ്ങളുമായി നാളെ കാണാം.